ഹായ് ഓൾ, വെൽക്കം ടു മൈ മെന്റർ PSC. നമ്മൾ ഇന്ന് എക്കണോമിക്സ് ആണ് പഠിക്കുന്നത്. എക്കണോമിക്സിലെ ദേശീയ വരുമാനം എന്ന ടോപ്പിക്കാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് ഡിസ്കസ് ചെയ്യുന്നത്. ഡിഗ്രി ലെവലുമായി ബന്ധപ്പെട്ടുള്ള പരീക്ഷകൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്നൊരു മേഖലയാണ് ദേശീയ വരുമാനം. ഒന്നുകിൽ അതുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ദേശീയ വരുമാനവുമായി ബന്ധപ്പെട്ട SCERTയിലെയും NCERTയിലെയും പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് ആണ്. നമുക്ക് SCERTയും NCERTയും പഠിക്കാതെ ഇനി വരുന്ന ഒരു പരീക്ഷയും എഴുതാൻ വേണ്ടി നമുക്ക് പോകാൻ പറ്റത്തില്ല. SCERTയിലെ 9ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസും അതുപോലെ തന്നെ NCERTയുടെ 12ാം ക്ലാസ്സിലെ മാക്രോ എക്കണോമിക്സിലുമാണ് ദേശീയ വരുമാനവും ദേശീയ വരുമാനത്തിൻ്റെ കാൽക്കുലേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അതുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ആദ്യം തന്നെ നമുക്ക് ദേശീയ വരുമാനം എന്താണ് എന്നുള്ള ഡെഫിനിഷനിൽ നിന്ന് തന്നെ തുടങ്ങാം. എന്താണ് ദേശീയ വരുമാനം? നമുക്കറിയാം അല്ലേ, ക്ലാസ്സിലൊക്കെ നിങ്ങൾ കുറേ അധികം നാളുകളായിട്ട് പരീക്ഷ എഴുതുന്നവരാണെങ്കിൽ നിങ്ങൾ ഒരുപാട് വട്ടം പഠിച്ചിട്ടുണ്ട്. ദേശീയ വരുമാനവുമായി ബന്ധപ്പെട്ട് നമ്മൾ ക്ലാസ്സിൽ തന്നെ അത് വളരെ വിശദമായി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ദേശീയ വരുമാനം എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരു സാമ്പത്തിക വർഷം, രാജ്യത്ത് ഒരു സാമ്പത്തിക വർഷം ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യമാണ്. അന്തിമ സാധനങ്ങൾ, ഫൈനൽ ഗുഡ്സ്, അത് നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ ആകെ മൊത്തമുള്ള പണമൂല്യമാണ്. അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യത്തെ നമ്മൾ എന്തെന്ന് പറയുന്നു? ദേശീയ വരുമാനം എന്ന് പറയുന്നു. നിങ്ങൾക്കറിയാം അല്ലേ, അന്തിമ സാധനങ്ങൾ. നമ്മളെപ്പോഴും ദേശീയ വരുമാനം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ഫൈനൽ പ്രോഡക്റ്റ് എടുക്കത്തുള്ളൂ. ഫൈനൽ പ്രോഡക്ട്സ് അല്ലാതെ ഇൻ്റർമീഡിയറ്റ് പ്രോഡക്ട്സ് ഉണ്ട്. എന്താണ് ഫൈനൽ പ്രോഡക്ട്സ്, എന്താണ് ഇൻ്റർമീഡിയറ്റ് പ്രോഡക്ട്സ് എന്ന് പറഞ്ഞാൽ? അന്തിമമായി വരുന്ന, ഫൈനലായിട്ട് നമുക്ക് കിട്ടുന്ന പ്രോഡക്ട്സ് ആണ് എന്തെന്ന് പറയുന്നത്? ഫൈനൽ പ്രോഡക്ട്സ് എന്ന് പറയുന്നത്. രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ ഉപഭോഗ വസ്തുവായി ഉപയോഗിക്കുന്ന സാധനങ്ങളെ നേരിട്ട് നമ്മൾ ഏതൊരു വസ്തുവിനെ, ഇപ്പം നമ്മൾ ഒരു വണ്ടിക്ക് ടയർ വേണം അല്ലേ, അപ്പോൾ ടയർ നമ്മൾ നേരിട്ടൊരു ടയറായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ കൂടെ ഇതിനകത്ത് റബ്ബർ എന്ന് പറയുന്നൊരു ഇൻ്റർമീഡിയറ്റ് വസ്തുവുണ്ട്, അത് നമ്മൾ ഉപയോഗിക്കുന്നില്ലല്ലോ. അത് നേരിട്ട് ഫൈനൽ പ്രോഡക്റ്റായിട്ട് ഇപ്പോൾ ടയർ വാങ്ങുന്നു, അതൊരു ഫൈനൽ പ്രോഡക്റ്റാണ്. അതിൻ്റെ ആ ഒരു റേറ്റ് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ? ദേശീയ വരുമാനത്തിൽ എടുക്കുന്നുള്ളൂ. അതല്ലാതെ അതിനകത്ത് വരുന്ന ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള വസ്തുക്കളെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ ഒരു ഫൈനൽ പ്രോഡക്റ്റിലേക്ക് എത്താൻ ആവശ്യമായിട്ടുള്ള വസ്തുക്കൾ, മറ്റ് വസ്തുക്കൾ, അസംസ്കൃത വസ്തുവായി മറ്റൊരു ഉൽപ്പന്നം നിർമ്മിക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന ഉൽപ്പന്നം, ഫൈനൽ പ്രോഡക്റ്റിലേക്ക് എത്താൻ എടുക്കുന്ന ഉൽപ്പന്നം ഏതാണോ അതാണ് എന്തെന്ന് പറയുന്നത്? ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇടനില വസ്തുക്കൾ, ഇടനില സാധനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ദേശീയ വരുമാനം എന്താണെന്ന് കണ്ടു, അതിനകത്തെ അന്തിമ ഗുഡ്സ് എന്താണെന്ന് കണ്ടു, അതുമായി ബന്ധപ്പെടുന്ന ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ദേശീയ വരുമാനം കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? സാമ്പത്തിക വർഷമാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു സാമ്പത്തിക വർഷം എന്ന് പറഞ്ഞാൽ ഏപ്രിൽ 1-ാം തീയതി മുതൽ അടുത്ത വർഷം ഇവിടെ വരെ മാർച്ച് 31-ാം തീയതി വരെയാണ്. ഇത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, നമ്മളത് ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. എന്നാലും BSc ചോദിച്ചാലോ? അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ ദേശീയ വരുമാനം കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഏത് ഓഫീസാണ്? നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസാണ് ദേശീയ വരുമാനം ഇന്ത്യയിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അത് ഓർത്ത് വെച്ചിരിക്കുക കേട്ടോ. ഓക്കെ, അപ്പം ദേശീയ വരുമാനവുമായി ബന്ധപ്പെട്ട ഡിസ്കഷനായി. നമുക്ക് ഫൈനൽ ഗുഡ്സ്, അന്തിമ സാധനങ്ങൾ എന്ന് പറയുമ്പോൾ അന്തിമ ഉൽപ്പന്നങ്ങൾ എന്നതിനെ രണ്ട് രീതിയിൽ നമുക്ക് പറയാം. ഉപഭോഗ ഉൽപ്പന്നങ്ങളെന്നും മൂലധന ഉൽപ്പന്നങ്ങളെന്നും പറയാം. എന്താണ് ഉപഭോഗ ഉൽപ്പന്നങ്ങൾ, എന്താണ് മൂലധന ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത്? കൺസ്യൂമർ പ്രോഡക്ട്സുകൾ, അതുപോലെ തന്നെ എന്താണ് ക്യാപിറ്റൽ ആയിട്ടുള്ള ഗുഡ്സുകൾ. എന്താണ്? ഇപ്പം ഞാൻ ഒരു കാറ് വാങ്ങിച്ചിട്ട് അതെൻ്റെ പേഴ്സണൽ ആവശ്യത്തിന് യൂസ് ചെയ്യുവാണെങ്കിൽ അതെന്താണ്? അത് ഞാൻ ഉപയോഗിക്കുകയാണ്, എൻ്റെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അത്തരമുള്ള വസ്തുക്കളെയാണ് നമ്മൾ ഉപഭോഗ വസ്തുക്കൾ എന്ന് പറയുന്നത്. അല്ല, ഞാനൊരു കാറ് വാങ്ങിച്ചു, അത് ഞാൻ ടാക്സി ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ അതെന്താണ്? മൂലധന ഉൽപ്പന്നങ്ങളിലാണ് വരുന്നത്. അതെനിക്കൊരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഉപയോഗിക്കുന്ന ഒരു ക്യാപിറ്റലായി യൂസ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് അതൊരു മൂലധന ഉൽപ്പന്നങ്ങളാണ്. അപ്പം ശ്രദ്ധിക്കുക, ഫൈനൽ ഗുഡ്സ് എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? രണ്ട് രീതിയിൽ നമുക്കതിനെ ക്ലാസിഫൈ ചെയ്യാം. ഉപഭോഗ വസ്തുക്കളെന്നും മൂലധന ഉൽപ്പന്നങ്ങളെന്നും പറയാം. ഓക്കെ ആണല്ലോ? അപ്പോൾ ആ കാര്യങ്ങൾ ക്ലിയർ ആണ്. നമ്മൾ ദേശീയ വരുമാനത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ കുറച്ച് ടേംസ് നമ്മൾ അറിഞ്ഞിരിക്കണം. ദേശീയ വരുമാനവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നാഷണൽ ഇൻകം, GNP, GDP അങ്ങനെ കുറേ ടേമുകൾ വരുന്നുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തൊക്കെ വാക്കുകൾ അല്ലെങ്കിൽ എന്തൊക്കെ ടേംസ് ആണ് നമ്മൾ ആദ്യം നോക്കേണ്ടതെന്നുള്ളതാണ്. ആദ്യം നമ്മൾ നോക്കുന്നു ഗ്രോസ് വേഴ്സസ് നെറ്റ്. എന്താണ് ഗ്രോസ്, എന്താണ് നെറ്റ്? നമുക്കറിയാം ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്,
നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് നമ്മൾ വരുന്ന കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ പഠിക്കും. അതിലെ ഗ്രോസ് എന്താണ്, നെറ്റ് എന്താണ് എന്ന് പഠിക്കണം. ഗ്രോസ് എന്ന് പറഞ്ഞാൽ മൊത്തം. എന്താണ്? മൊത്തം എന്നുള്ളതാണ് ഗ്രോസ്. ഒരു നിശ്ചിത കാലയളവിൽ ഉൽപ്പാദിക്കപ്പെട്ട സാധനങ്ങളുടെയും സേവനങ്ങളുടെയും നോക്കൂ ആകെ മൂല്യത്തെയാണ്. ആകെ മൂല്യം ഒരു കാലയളവിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയോ സേവനങ്ങളുടെയോ ആകെ മൂല്യത്തെ നമ്മൾ എന്തെന്ന് പറയുന്നു? ഗ്രോസ് എന്ന് പറയുന്നു. മൊത്തം എന്നുള്ള ഒരു ടേമിൽ പറയുന്നു. അങ്ങനെയാണെങ്കിൽ നെറ്റ് എന്താണ്? ഇപ്പോൾ നിങ്ങൾ കണ്ടു, നമ്മൾ അന്തിമ ഗുഡ്സിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാനിപ്പോൾ ഒരു കാറ് വാങ്ങിച്ചു, ഒരു കുറച്ച് നാളത് യൂസ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ വിൽക്കുവാണ്. ഞാനിപ്പോൾ ഒരു കാറ് 10 ലക്ഷത്തിന് വാങ്ങിച്ചു കഴിഞ്ഞാൽ 5 വർഷം കഴിഞ്ഞാൽ അത് കൊടുക്കുമ്പോൾ എനിക്ക് 10 ലക്ഷം രൂപ കിട്ടുമോ? ഇല്ല. അവിടെ ഒരു കുറവ് സംഭവിക്കുന്നുണ്ട്, വിലയിലൊരു ഇടിവ് സംഭവിക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? തേയ്മാനത്തിലുണ്ടാകുന്ന ഒരു വ്യത്യാസം അവിടെ വരുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഗ്രോസ് മൂല്യത്തിൽ നിന്ന് തേയ്മാനം കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അറ്റ അല്ലെങ്കിൽ എന്താണ് നെറ്റ് എന്ന് പറയുന്ന വാല്യൂയിലേക്ക് നമ്മൾ എത്തുന്നു. അപ്പം നെറ്റ് എന്ന് പറഞ്ഞാൽ ഗ്രോസ് മൂല്യത്തിൽ നിന്നും തേയ്മാനം കുറയ്ക്കുമ്പോൾ കിട്ടുന്നത് എന്താണത്? നെറ്റ് മൂല്യമാണ്. ഇതാണ് ഒരു സമ്പദ് വ്യവസ്ഥയുടെ യഥാർത്ഥ വളർച്ചയെ സൂചിപ്പിക്കുന്നത്. നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. അപ്പം നെറ്റ് എന്ന വാല്യൂ വെച്ചിട്ടാണ് നമ്മളൊരു സമ്പദ് വ്യവസ്ഥയുടെ എന്ത് സൂചിപ്പിക്കുന്നത്? യഥാർത്ഥ വളർച്ചയെ സൂചിപ്പിക്കുന്നത്. നെറ്റിൽ എന്ന് പറയുന്നത് ഗ്രോസിൽ നിന്ന് തേയ്മാനം കുറയ്ക്കുന്നതാണ്. അപ്പം ഗ്രോസ് മൈനസ് ഡിപ്രീസിയേഷൻ അഥവാ തേയ്മാനം എന്ന് പറയുന്നതാണ്. ഓരോ വർഷവും നമ്മളിപ്പോൾ ഒരു വർഷം വാങ്ങുന്ന സാധനത്തിന് അടുത്ത വർഷം എന്തുണ്ടാവും? കുറച്ച് തേയ്മാനം ഉണ്ടാവും. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള വിലയിൽ ഇടിവ് വരും. അപ്പം അത് കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നെറ്റ് കിട്ടും. അപ്പോൾ നെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഫോമുല നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. വരുന്ന കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് ആവശ്യം വരും. ഗ്രോസ് മൈനസ് എന്താണ്? തേയ്മാനമാണ്. അപ്പോൾ ഇത്രയും കാര്യം ക്ലിയർ ആണല്ലോ. ഗ്രോസ് എന്താണ്, നെറ്റ് എന്താണെന്ന് കിട്ടി. ഇനി നമ്മൾ നോക്കുന്നു ഫാക്ടർ കോസ്റ്റ് എന്താണ്, മാർക്കറ്റ് പ്രൈസ് എന്താണ്, ഉൽപാദന ചെലവ് എന്താണ്, അതുപോലെ തന്നെ എന്താണ് വിപണി വില എന്താണ് എന്നുള്ളതാണ്. എന്താണ് ഉൽപാദന ചെലവ്? നമുക്ക് ഫാക്ടർ കോസ്റ്റ് FC എന്നാണ് അത് ഡിനോട്ട് ചെയ്യുന്നത്. നമുക്ക് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം. ഉൽപാദനത്തിന് ആവശ്യമായിട്ടുള്ള ഭൂമി, തൊഴിലാളി, മൂലധനം, സംരംഭകൻ. ഇത് നമ്മൾ പറയാം. ഭൂമിയുണ്ട്, അത് ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്, മൂലധനമുണ്ട്, സംരംഭകൻ. അങ്ങനെ ഈ സാധനം നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ. ഭൂമിക്ക് നമുക്ക് എന്ത് കിട്ടും? റെന്റ് കിട്ടും. ക്യാപിറ്റലിന് എന്ത് കിട്ടും? ഇൻട്രസ്റ്റ് ഉണ്ടാവും. സംരംഭകന് പ്രോഫിറ്റ് ഉണ്ടാവും. തൊഴിലാളിക്ക് വേജ് കിട്ടും, അല്ലേ? അങ്ങനെ ഈ ഓരോ ഘടകങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ ഇത് ഒരു പ്രോഡക്റ്റ് എനിക്ക് ഉണ്ടാക്കണം. ഞാനിപ്പോൾ ഒരു ഫാക്ടറി, ഒരു സോപ്പ് ഫാക്ടറി ഉണ്ടാക്കുകയാണെങ്കിൽ എനിക്കൊരു സോപ്പ് ഫാക്ടറിയിൽ നിന്നൊരു പ്രോഡക്റ്റ് നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള ചെലവ് എത്രയാണോ അതിനെയാണ് നമ്മൾ ഫാക്ടർ കോസ്റ്റ് എന്ന് പറയുന്നത്. ഒരു സാധനം നിർമ്മിക്കാൻ ഘടകങ്ങൾക്കായി എന്തുമാത്രം ചിലവാക്കുന്നു എന്നുള്ളതാണ് ഇത് എന്ന് പറയുന്നത് ഫാക്ടർ കോസ്റ്റ് എന്ന് പറയുന്നത്. ഈ 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിൽ വരുന്ന 4 ഘടകങ്ങളിലും വരുന്ന ചെലവുകൾ എന്ത് ചെയ്യും? അതിനകത്ത് നമ്മൾ കൂട്ടും. ഇനി അതല്ല, എനിക്ക് വിപണിയിൽ ഈ സോപ്പ് നിർമ്മിച്ചിട്ട് ഞാനത് വിപണിയിലേക്ക് വിൽക്കുമ്പോൾ എനിക്ക് എന്ത് ചെയ്യണം? അല്ലാതെ മറ്റ് കുറച്ച് കാര്യങ്ങൾ കൂടി അതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അതാണ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നൊരു കാര്യം കൂടെ വരും. ഫാക്ടർ കോസ്റ്റിൻ്റെ കൂടെ എന്താണ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സസ്, അറ്റ പരോക്ഷ നികുതി കൂടി ആഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? എനിക്ക് അവിടുത്തെ വിപണി വില കിട്ടും. അതായത് ഒരു പ്രോഡക്റ്റ് ഞാൻ വിപണിയിൽ വിൽക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന വാല്യൂ അല്ലെങ്കിൽ അതിനുള്ള വിലയാണ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അറ്റ പരോക്ഷ നികുതി എന്ന് പറയുന്നത് ഏതാണ്? പരോക്ഷ നികുതിയിൽ നിന്ന് സബ്സിഡി കുറയ്ക്കുക. നമുക്കൊരു വസ്തു ഒരു വിപണിയിലേക്ക് വരുമ്പോൾ അതിനൊരു നികുതി ഉണ്ടാവും. ഒരു പരോക്ഷ നികുതിയും പ്രത്യക്ഷ നികുതിയും ഉണ്ട്. നമുക്കിവിടെ പരോക്ഷ നികുതിയാണ്, ഒരു സാധന പ്രോഡക്റ്റുകളാണ്. അപ്പം പരോക്ഷ നികുതി ഉണ്ടാവും. അതിനകത്തുനിന്ന് എന്തെങ്കിലും സബ്സിഡി ഗവൺമെൻറ് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ സബ്സിഡി കൂടി നമ്മളവിടെ കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സസ് അഥവാ അറ്റ പരോക്ഷ നികുതി കിട്ടും. അങ്ങനെ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് നോർത്ത് വെച്ചിരിക്കുക. അങ്ങോട്ട് പോകുമ്പോൾ ഈ പറയുന്ന ഇക്വേഷൻ എല്ലാം നമുക്ക് ആവശ്യം വരും. അതായത് ഫാക്ടർ കോസ്റ്റിൽ നിന്ന് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ത് ചെയ്യണം? കൂട്ടുമ്പോൾ മാർക്കറ്റ് പ്രൈസ് കിട്ടുന്നുണ്ട്. അപ്പോൾ വിപണി വില എന്താണ്, ഫാക്ടർ കോസ്റ്റ് അഥവാ ഉൽപാദന ചിലവ് എന്താണ് എന്നുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ക്ലിയർ ആണല്ലോ? അപ്പോൾ 2 ടേംസ് നമ്മൾ പഠിച്ചു. ഇനി അടുത്തത് നമുക്ക് അറിയേണ്ടത് ഡൊമസ്റ്റിക് ഇൻകം എന്താണ്, നാഷണൽ ഇൻകം എന്താണ്, ആഭ്യന്തര വരുമാനം അതുപോലെ തന്നെ ദേശീയ വരുമാനം എന്താണ്. ഈ 2 വേർഡുകൾ നമ്മൾ പ്രത്യേകമായി നോട്ട് ചെയ്യേണ്ടത്. ആഭ്യന്തരം എന്നുള്ളൊരു വേർഡ്, ദേശീയം എന്നുള്ളൊരു വേർഡ്. നമ്മൾ ഒരു നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്ത സമയത്ത് പ്രധാനമായി നമ്മുടെ മനസ്സിൽ വെയർ അല്ലെങ്കിൽ ഹൂ എന്ന് പറയുന്ന 2 ചോദ്യം വരികയാണ്.
ഇത് എവിടെ അല്ലെങ്കിൽ ആര് എന്ന് ചോദിച്ചാൽ ആദ്യം നമ്മൾ ഡൊമസ്റ്റിക്, ആഭ്യന്തരം എന്നുള്ളതിനെ കുറിച്ച് പറയാം. ഒരു രാജ്യത്തിൻ്റെ അതിർത്തി ഉണ്ടല്ലോ, അതിൻ്റെ ഭൂമിശാസ്ത്രപരമായ അതിർത്തിക്കുള്ളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന എല്ലാ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യമാണ് ഏത് എന്ന് പറയുന്നത്, ഡൊമസ്റ്റിക് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ദേശീയ വരുമാനം കാണുമ്പോൾ നമ്മുടെ എവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ ആഭ്യന്തര അതിർത്തിക്കുള്ളിലാണ് ഈ പറയുന്ന സാധനങ്ങൾ സേവനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതെന്താ, ഡൊമസ്റ്റിക് ആണ്. അപ്പോൾ അവിടെ എന്ത് വരുന്നില്ല, വിദേശികൾ സ്വദേശികൾ അങ്ങനെ ഒരു കമ്പാരിസൺ ഒന്നുമില്ല. ഇപ്പോൾ ഇന്ത്യയുടെ ദേശീയ വരുമാനം പിന്നെ ഡൊമസ്റ്റിക് ഇൻകം എടുക്കുകയാണെങ്കിൽ ഈ പറയുന്ന ഇന്ത്യയുടെ അതിർത്തിക്കുള്ളിൽ ആര് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നോ, എന്ത് സാധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ, എന്ത് വരുമാനം ജനറേറ്റ് ചെയ്യുന്നോ അതെല്ലാം എവിടെ വരും, നമ്മുടെ ഡൊമസ്റ്റിക് ഇൻകത്തിൽ വരും. അത് ക്ലിയർ ആണല്ലോ. ഇനി അടുത്തതാണ് നാഷണൽ ഇൻകം. ഞാൻ ഇപ്പോൾ പറഞ്ഞു ആരാണ് ആർക്കാണ് ഈ പറയുന്ന ചെലവുകളൊക്കെ ലഭിക്കുന്നത്, എവിടേക്കാണ് ഇത് പോകുന്നത് എന്നുള്ളതാണ്. ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ നോർമൽ റെസിഡൻസ് ആയിട്ടുള്ള ആളുകൾ, അതായത് ആ രാജ്യത്തിൻ്റെ സ്വദേശികളായിട്ടുള്ള ആളുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ആകെ വരുമാനം എന്ന് പറയുന്നത്, അതിപ്പോൾ ഇന്ത്യക്കകത്ത് തന്നെ വേണം എന്നൊന്നുമില്ല. ഇന്ത്യൻ സ്വദേശിയായിട്ടുള്ളൊരു വ്യക്തി പുറത്ത് ഗൾഫിൽ പോയിപ്പോൾ, നമ്മുടെ ഒരുപാട് പേര് ഗൾഫിലുണ്ട്, അവർ അധ്വാനിക്കുന്നതിൻ്റെ ഫലം എവിടെയാണ് വരുന്നത്, നമ്മുടെ ഇവിടേക്ക് വരുമ്പോൾ നാഷണൽ ഇൻകത്തിനകത്തേക്ക് കൂട്ടും. കാരണം ആ ഇൻകം ഇങ്ങോട്ട് വന്ന് ഇവിടെയല്ലേ അത് ചെലവാക്കുന്നത്. അപ്പം അത്തരത്തിൽ വരുന്ന ഒരു ഇൻകമാണ് നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. ആഭ്യന്തര വിദേശ സ്രോതസ്സുകളിൽ ഉൾപ്പെടെ ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ ഇതിലെന്ത് ചെയ്യുന്നുണ്ട്, അളക്കുന്നുണ്ട്. അപ്പം നമ്മുടെ രാജ്യത്തെ ആളുകൾ, സ്വദേശികളായിട്ടുള്ള ആളുകൾ സ്വദേശത്തും വിദേശത്തുമായിട്ട് എന്ത് വരുമാനമാണോ ലഭിക്കുന്നത് അതിനെല്ലാം എവിടെ വരും, നമുക്ക് നാഷണൽ ഇൻകത്തിനകത്തേക്ക് വരും. അപ്പോൾ നാഷണൽ ഇൻകം എന്ന് പറയുന്നത് ഡൊമസ്റ്റിക് ഇൻകത്തിനോട് കൂടെ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ് കൂട്ടുന്നതാണ്. ഓക്കെ, നാഷണൽ ഇൻകം എന്താണ് അപ്പോൾ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനത് ഇംഗ്ലീഷിൽ തന്നെയാണ് എഴുതിയിട്ടുള്ളത്. ഫാക്ടർ ഇൻകം ഏൺഡ് ബൈ ദ ഡൊമസ്റ്റിക് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എംപ്ലോയ്ഡ് ഇൻ ദ റെസ്റ്റ് ഓഫ് ദ വേൾഡ്. അതായത് നമ്മുടെ സ്വദേശികളായിട്ടുള്ള ആളുകൾ വിദേശത്തൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഇൻകം ഉണ്ട്. ആ ഇൻകത്തിൽ നിന്ന് എന്ത് ചെയ്യണം, നമുക്ക് ഇൻകം ഏൺഡ് ബൈ ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ദ റെസ്റ്റ് ഓഫ് ദ വേൾഡ് എംപ്ലോയ്ഡ് ഇൻ ദ ഡൊമസ്റ്റിക് എക്കണോമി. അപ്പം നമ്മുടെ രാജ്യത്തിലെ ആളുകൾ, നമ്മുടെ സ്വദേശികളായിട്ടുള്ള ആളുകൾ വിദേശത്ത് നിന്ന് വരുന്ന, അവിടുന്ന് വരുന്ന സ്വദേശികളായിട്ടുള്ള ആളുകൾ വിദേശത്ത് കുറച്ച് ഇൻകം ഉണ്ടാക്കും. ആ ഇൻകത്തിൽ നിന്ന് ഇവിടെ വിദേശികളായിട്ടുള്ള ആൾക്കാർ അവരുടെ രാജ്യത്തിന് വേണ്ടി കുറച്ച് മാറ്റുമല്ലോ, ആ ഒരു പണം എന്ത് ചെയ്യുന്നത്, അത് കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ശരിക്കും നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ് എന്ന് പറയുന്നത്, NFIA എന്ന് പറയുന്നത്. അപ്പോൾ നാഷണൽ ഇൻകം എന്ന് പറഞ്ഞാൽ ഡൊമസ്റ്റിക് ഇൻകം ഡൊമസ്റ്റിക് ഇൻകത്തോടു കൂടി എന്ത് ചെയ്യണം, NFIA ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ്. ഈ ഒരു ഫോമുല നിങ്ങൾക്ക് ഓർത്ത് വെച്ചിരിക്കുക, നമുക്ക് കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് ആവശ്യം വരുന്നതാണ്. അപ്പം അറിയേണ്ടത് ഡൊമസ്റ്റിക് എന്താണ്, നാഷണൽ എന്താണെന്ന് അറിയണം. അപ്പോൾ ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പം വേറെ ഹൂ എന്ന് പറയുന്ന 2 ചോദ്യം ഓർത്താൽ മതി. എവിടെ, ഡൊമസ്റ്റിക് ആയിട്ടുള്ള നമ്മുടെ രാജ്യത്തിൻ്റെ ആഭ്യന്തര അതിർത്തി, അവിടെ ആര് സ്വദേശികളുണ്ട്, വിദേശികളുണ്ട്. അപ്പം സ്വദേശികളായിട്ടുള്ള ആൾക്കാർ വിദേശത്തുണ്ടാക്കുന്ന വരുമാനം ഇന്ത്യക്കുള്ളതാണെങ്കിൽ അതെന്ത് ചെയ്യുക, ഇന്ത്യയുടെ ദേശീയ വരുമാനത്തിലാണ് ആഡ് ചെയ്യുന്നത്. ഇവിടുന്ന് ഇപ്പം ഒരു പുറത്തുള്ള ആൾ എന്താ പറയുന്നത്, ബ്രിട്ടീഷുകാരനായിട്ടുള്ള ഇവിടെ ജോലി ചെയ്യുകയാണെങ്കിൽ അവരുടെ വരുമാനം എവിടേക്കാണ് പോകുന്നത്, അവരുടെ രാജ്യത്തേക്കാണ് പോകുന്നത്. അപ്പോൾ അതെന്ത് ചെയ്യുക, അങ്ങോട്ടാണ് പോകുന്നത്. അത് നമ്മുടെ നാഷണൽ ഇൻകത്തിൽ വരില്ല. ജസ്റ്റ് അത്രയും കാര്യങ്ങൾ ഓർത്താൽ മതി. അപ്പോൾ അത് ഡൊമസ്റ്റിക് ഇൻകമായി, നാഷണൽ ഇൻകമായി. ഇനി നമുക്ക് രാജ്യത്തിൻ്റെ സാമ്പത്തിക അതിർത്തി, തൊട്ട് മുന്നേ പറഞ്ഞല്ലേ രാജ്യത്തിൻ്റെ അതിർത്തിയെക്കുറിച്ച് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ അതിർത്തികളാണ് ഉൾപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ, ഇത് നിങ്ങളുടെ SCERTയുടെ 9ാം ക്ലാസ്സിൻ്റെ ടെക്സ്റ്റിൽ ഒരു കോളം പോലെ കൊടുത്തിട്ടുള്ള കാര്യമാണ്. നോട്ട് ചെയ്യുക, കഴിഞ്ഞൊരു എക്സാമിന് ഇത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വ്യോമ അതിർത്തി, ജല അതിർത്തി. അപ്പോൾ നമ്മുടെ രാജ്യം എടുത്തു കഴിഞ്ഞാൽ രാജ്യത്തിൻ്റെ വ്യോമ അതിർത്തി ഉൾപ്പെടും, ജല അതിർത്തി ഉൾപ്പെടും. ഇനി അടുത്തതോ, മറ്റേതെങ്കിലും രാജ്യത്ത് സ്ഥിതി ചെയ്യുന്ന രാജ്യത്തിൻ്റെ എംബസികൾ, ഹൈ കമ്മീഷൻ. അപ്പോൾ ഇന്ത്യയുടെ ഹൈ കമ്മീഷനും ഒക്കെ എവിടെ മറ്റ് രാജ്യങ്ങളിലുണ്ട്. അപ്പോൾ അതൊക്കെ എന്താ, ഇന്ത്യയുടെ സാമ്പത്തിക അതിർത്തിക്കകത്ത് വരുന്നതാണ്. ഇന്ത്യ രാജ്യത്തിൻ്റെ പ്രത്യേക അവകാശങ്ങളിലുള്ള മേഖലകൾ, മത്സ്യബന്ധനം നടത്തുന്നതിനോ കടലിനടിത്തട്ടിലുള്ള ഇന്ധനം, ധാതുക്കൾ ഇവ ശേഖരിക്കുന്നതിനോ അവകാശമുള്ള സമുദ്രഭാഗം. അപ്പം ഇന്ത്യക്ക് അവകാശമുള്ള സമുദ്രഭാഗം ഇന്ത്യയുടെ സാമ്പത്തിക അതിർത്തിയിൽ ഉൾപ്പെടുന്നു. ഓക്കെ ആണല്ലോ. ഇന്ത്യയുടെ വ്യോമ അതിർത്തി, ഇന്ത്യയുടെ ജല അതിർത്തിയൊക്കെ ഇന്ത്യയുടെ സാമ്പത്തിക അതിർത്തിക്ക് അത് ഉൾപ്പെടുന്നതാണ്. കസ്റ്റംസിൻ്റെ നിയന്ത്രണത്തിൻ്റെ കീഴിലുള്ള ഓഫ് ഷോർ സംരംഭങ്ങൾ നടത്തുന്ന ഫ്രീ സോണുകളൊക്കെ എവിടെയാണ്, നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക അതിർത്തിയിലാണ്. അല്ലാതെ നമ്മുടെ രാജ്യത്ത് ഉണ്ടായിട്ടും നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക അതിർത്തിയിൽ ഉൾപ്പെടാത്തത് ഏതാണ് എന്ന് PSC ചോദിച്ചാൽ മെയിനായിട്ട് ഉത്തരം എഴുതണം. ഞാനിവിടെ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇന്ത്യക്കകത്തുള്ള മറ്റ് രാജ്യത്തിൻ്റെ എംബസികൾ, ഹൈ കമ്മീഷൻ എന്നിവ നമ്മുടെ സാമ്പത്തിക അതിർത്തിയിൽ എന്ത് ചെയ്യുന്നില്ല,
ഉൾപ്പെടുന്നില്ല. അപ്പം ആ ഒരു പോയിന്റ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മറ്റേതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ ഹൈ കമ്മീഷനോ അതുപോലെ തന്നെ എംബസിയൊക്കെയോ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് ഇന്ത്യയുടെ സാമ്പത്തിക അതിർത്തിയിൽ എന്ത് ചെയ്യുന്നില്ല, ഉൾപ്പെടുന്നില്ല. പകരം നമ്മുടെ മറ്റൊരു രാജ്യത്തുണ്ടെങ്കിൽ അത് നമ്മളുടെ സാമ്പത്തിക അതിർത്തിയിലാണ്. ഒരു കാര്യം നോക്കണം. അപ്പോൾ ഇതാണ് രാജ്യത്തിൻ്റെ സാമ്പത്തിക അതിർത്തിയിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് ചോദ്യം. ക്ലിയർ ആണല്ലോ? ഇനി അടുത്തത് നമുക്ക് നോക്കേണ്ടത് രാജ്യത്തിൽ നമ്മുടെ ദേശീയ വരുമാനം കണക്കാക്കുന്നുണ്ട്. എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് ദേശീയ വരുമാനം കണക്കാക്കുന്നത്, അപ്പം അതിൻ്റെ പ്രാധാന്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തിനാണ് നമ്മുടെ ദേശീയ വരുമാനം കണക്കാക്കുന്നത്? നമ്മൾക്ക് ഇപ്പം ദേശീയ വരുമാനം കൂടുന്നതനുസരിച്ച് നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ച അടക്കാം, അതുപോലെ തന്നെ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് എന്താ പറയുന്നത് പഠിക്കാൻ പറ്റും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ദേശീയ വരുമാനം കണ്ടെത്തുന്നതിലൂടെ പറയാൻ കഴിയും. നമ്മുടെ പല മേഖലകളുണ്ട്. പ്രാഥമിക മേഖലകളുണ്ട്, ദ്വിതീയ മേഖല, തൃതീയ മേഖല. നമ്മൾ ക്ലാസ്സിലൊക്കെ വിശദമായിട്ട് ഈ മേഖലകളെക്കുറിച്ചൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ പറയുന്ന 3 മേഖലകളിലായിട്ട് എങ്ങനെയാണ് സമ്പത്ത് വരുന്നത്, ഒരു രാജ്യത്തിന് എങ്ങനെയാണ് വരുമാനം നേടിയെടുക്കുന്നത് എന്നൊക്കെ എന്ത് ചെയ്യാൻ കഴിയും. അങ്ങനെ ദേശീയ വരുമാനം ഏത് മേഖലയിലാണ് കൂടുതൽ വരുന്നത്, നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി എന്താണ് എന്നൊക്കെ കണക്കാക്കാൻ ഈ പറയുന്ന ദേശീയ വരുമാനം കൊണ്ട് നടക്കും. അതൊരു പ്രധാന സൂചകം കൂടിയാണ്. അങ്ങനെ രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ച എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ ദേശീയ വരുമാനം വെച്ചിട്ട് സാമ്പത്തിക വളർച്ച കണക്കാക്കാൻ സാധിക്കും. മേഖലകളുടെ സംഭാവന, പ്രാഥമിക മേഖലയാണോ, ദ്വിതീയ മേഖലയാണോ, തൃതീയ മേഖല, ഇതിൽ ഏത് മേഖലയാണ് നമുക്ക് നാഷണൽ ഇൻകത്തിലേക്ക് കൂടുതൽ വരുന്നത്, ഇതൊക്കെ നമുക്ക് കണക്കാക്കാൻ പറ്റും. മറ്റൊന്ന് പദ്ധതികൾ, ബജറ്റൊക്കെ അവതരിപ്പിക്കുന്ന സമയത്ത് വളർച്ച നമുക്ക് പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ട്. അതൊക്കെ എന്താണ്, ഈ നാഷണൽ ഇൻകം വെച്ചിട്ടുകൊണ്ടാണ്. പദ്ധതികൾ ആസൂത്രണം ചെയ്യുക, അത് നടപ്പിലാക്കാനൊക്കെ സഹായിക്കും. രാജ്യങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചൊരു താരതമ്യം നമുക്ക് പറയാൻ പറ്റും അല്ലേ. തൊട്ടടുത്ത രാജ്യം നമ്മുടെ രാജ്യം തമ്മിൽ എന്താണ് സാമ്പത്തിക സ്ഥിതി, നമ്മൾ മുന്നിലാണോ പിന്നിലാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിയുന്നത് ദേശീയ വരുമാനം കണക്കാക്കുന്നതിലൂടെയാണ്. മറ്റൊന്ന്, വിവിധ തരത്തിലുള്ള നിക്ഷേപങ്ങളും ചെലവുകളും മനസ്സിലാക്കാൻ കഴിയും. രാജ്യത്തെ ജനങ്ങളുടെ വിവിധ തരത്തിലുള്ള നിക്ഷേപങ്ങളെക്കുറിച്ച്, രാജ്യത്തെ ജനങ്ങളുടെ ചെലവിനെക്കുറിച്ചൊക്കെ കൃത്യമായിട്ടൊരു ബോധ്യം എന്ത് ചെയ്യാൻ പറ്റും, ദേശീയ വരുമാനത്തിലൂടെ കണ്ടെത്താൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ ശക്തിയെക്കുറിച്ചും ബലഹീനതയെക്കുറിച്ചും, സ്ട്രെങ്തും വീക്ക്നെസ്സും ഒക്കെ എന്താണ്, ഏത് മേഖലയാണ് കുറച്ച് താഴോട്ട് നിൽക്കുന്നത്, ഏത് മേഖലയ്ക്കാണ് കുറച്ച് സഹായം കൂടുതൽ വേണ്ടത്, അങ്ങനെ മൊത്തത്തിൽ എന്താണ് സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച്, ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച്, സാമ്പത്തിക വളർച്ചയെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ എന്ത് ചെയ്യണം, ദേശീയ വരുമാനം കണക്കാക്കുന്നതിലൂടെ പ്രാധാന്യപ്പെടുന്നുണ്ട്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ആ ഒരു കാര്യം കൂടി നമ്മളൊന്ന് നോക്കുക, ദേശീയ വരുമാനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച്. ഇനി നമ്മൾ പോകുന്നത് ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതികളെക്കുറിച്ചാണ്. ഇത് നമ്മൾ ചെറിയ ക്ലാസ് തൊട്ടേ പഠിക്കുന്നതാണ്, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതികൾ എന്താണ്? അപ്പം ദേശീയ വരുമാനം കണക്കാക്കുന്നതിന് ഉൽപ്പാദനം, വരുമാനം, ചെലവാക്കൽ എന്നിവയെ അടിസ്ഥാനമാക്കി എന്തുണ്ട്, 3 രീതികളാണുള്ളത്. 3 രീതികളാണ് ഇവിടെ ഉള്ളത്. അതിലൊന്ന് ഉൽപ്പന്ന രീതി, മറ്റൊന്ന് വരുമാന രീതി, ഒന്ന് ചെലവ് രീതി. ഇപ്പോൾ ജസ്റ്റ് പറഞ്ഞു പോയാൽ മതി, നമുക്ക് ഏതൊക്കെ രീതികളാണ് എന്നുള്ളത് നമ്മളൊന്ന് അറിഞ്ഞിരുന്നാൽ മതി. കൂടുതലായിട്ട് നമ്മൾ ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ്, GDP കുറിച്ചൊക്കെയാണ് നിങ്ങൾക്ക് കൂടുതൽ ചോദ്യം വന്നിട്ടുള്ളത്. ഇത് നമ്മുടെ 9ാം ക്ലാസ്സിലെ ടെക്സ്റ്റിലാണ് കുറച്ച് കൊടുത്തിട്ടുണ്ട്, 12ാം ക്ലാസ്സിലെ ടെക്സ്റ്റിലും അതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഉൽപ്പന്ന രീതി പ്രോഡക്റ്റ് മെത്തേഡ്, വരുമാന രീതി എന്ന് പറയുന്നത് ഇൻകം മെത്തേഡ്, ചെലവ് രീതി എന്ന് പറയുന്നത് എക്സ്പെൻഡിച്ചർ മെത്തേഡ്. ഇത് 12ാം ക്ലാസ്സിലെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ളത് ടേബിളാണ്. ഈ പറയുന്ന 3 രീതിയിലും നിങ്ങൾക്ക് പ്രോബ്ലംസ്, അതായത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നാണ്. ഉൽപ്പന്ന രീതിയിൽ വരുമ്പോഴത്തേന് GVA ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. GVA1 എന്ന് പറയുന്ന സിഗ്മ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ മേഖലയാണെന്ന് വെച്ചാൽ ഓരോ മേഖലയിലെയും നമ്മളത് കണക്കാക്കും. ഇത് വരുമാന രീതിയെക്കുറിച്ചാണ്, ഇത് ചെലവ് രീതിയെക്കുറിച്ചാണ്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. പ്രോഡക്റ്റ് എന്താണ്, വരുമാനം എന്താണ്, ചെലവ് എന്താണ്. എന്താണ് പ്രോഡക്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ? ഒരു സാമ്പത്തിക വർഷത്തിലെ പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകൾ, പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖലകളിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മൊത്തം പണമൂല്യത്തെ അടിസ്ഥാനമാക്കിയാണ് വരുമാനം കാണുന്നതെങ്കിൽ അത്തരത്തിലുള്ള രീതിയാണ് നമ്മൾ ഉൽപ്പന്ന രീതി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല എന്നിങ്ങനെ 3 മേഖലകളിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെ എന്താണ്, സേവനങ്ങളുടെയും മൊത്തം പണമൂല്യം. ഇവിടെ വിവിധ മേഖലകളിൽ നിന്നും ദേശീയ വരുമാനത്തിലേക്കുള്ള
സംഭാവന എത്രത്തോളമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഒരു രീതിയിലാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും മേഖലയിൽ നിന്ന് കുറവ് വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം പ്രത്യേക ഊന്നൽ നൽകേണ്ട മേഖല ഏതാണ് എന്നൊക്കെ കണ്ടുപിടിക്കാനായിട്ട് പ്രോഡക്റ്റ് മെത്തേഡ് അഥവാ ഉൽപ്പന്ന രീതിയിലൂടെ സാധിക്കും. അപ്പോൾ അതാണ് പ്രോഡക്റ്റ് മെത്തേഡ്. അത്രയും കാര്യങ്ങൾ അറിയുക. ഓരോ മേഖലകളെക്കുറിച്ചും കൃത്യമായിട്ട് അറിയാൻ പറ്റുന്ന ഓരോ പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളുടെ ആകെ മൊത്തം എന്താണ് സാധനങ്ങളുടെയും സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മൊത്തം പണമൂല്യത്തിനാണ് നമ്മളെപ്പോഴും ദേശീയ വരുമാനം പറയുന്നത്. ഇനി അടുത്തത് വരുമാന രീതിയാണ്. എന്താണ് വരുമാന രീതി എന്ന് പറഞ്ഞാൽ? വരുമാനം അനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു നാഷണൽ ഇൻകമാണ്. അപ്പോൾ ഒരു സാമ്പത്തിക വർഷം ഉൽപാദക ഘടകങ്ങൾ, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിലെ ഭൂമി, അതുപോലെ തന്നെ തൊഴിൽ, മൂലധനം, സംഘാടനം, അങ്ങനെ 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ പറയുമ്പോൾ അതിന് കിട്ടുന്ന പ്രതിഫലമായിട്ടുള്ള പാട്ടം, സേവനം, പലിശ, ലാഭം എന്നിങ്ങനെ 4. അതെ, ഓരോന്നിനും കിട്ടുന്നില്ലേ? ഭൂമിക്ക് പാട്ടം ലഭിക്കുന്നുണ്ട്, തൊഴിലിന് വേതനം ലഭിക്കുന്നുണ്ട്, മൂലധനത്തിന് പലിശ ലഭിക്കുന്നുണ്ട്, സംഘാടനത്തിന് ലാഭം. അങ്ങനെ ഇത് മൊത്തത്തിലുള്ള ഈ പ്രതിഫലങ്ങളുടെ പണമൂല്യത്തിനെ അടിസ്ഥാനമാക്കി ദേശീയ വരുമാനം കാണുന്നതാണ് ഏതെന്ന് പറയുന്നത്? വരുമാന രീതി എന്ന് പറയുന്നത്. അപ്പം എന്താണ്? R+W+I+P എന്ന് പറയും. അത് നമ്മുടെ ദേശീയ വരുമാനം എന്ന് പറയുന്നത് GDP കാൽക്കുലേറ്റ് ചെയ്യുന്നത് തന്നെയാണ്. നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ അത് മനസ്സിലാക്കാം. ഓക്കെ, റെൻറ്റ്, വേജ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ്, ഇത് 4 കൂടി ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നതാണ് നമ്മുടെ ദേശീയ വരുമാനം. ഏത് രീതിയിൽ? വരുമാന രീതിയിൽ. അത്തരത്തിൽ വരുമാന രീതിയിലൂടെ കണക്കാക്കുന്നതിനെ മൊത്ത ദേശീയ വരുമാനം അല്ലെങ്കിൽ ഗ്രോസ് നാഷണൽ ഇൻകം എന്ന് പറയും. മൊത്ത ദേശീയ വരുമാനം, ഗ്രോസ് നാഷണൽ ഇൻകം എന്ന് പറയും. ക്ലിയർ ആണല്ലോ? അപ്പോൾ അത്രയും വരുമാന രീതിയിലൂടെ കണക്കാക്കുന്നതാണ്. അടുത്തത് ചെലവ് രീതി, എക്സ്പെൻഡിച്ചർ മെത്തേഡാണ്. ചെലവ് രീതി എന്ന് പറയുമ്പോൾ ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരു സാമ്പത്തിക വർഷത്തിൽ എന്താണ് ഏതെങ്കിലും സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ ചെലവിൻ്റെ അടിസ്ഥാനത്തിൽ, വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വരുമാന രീതി, ചെലവിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ് ചെലവ് രീതിയിലൂടെ എന്നാണ് ദേശീയ വരുമാനം കണക്കാക്കുന്നു. അപ്പോൾ അതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് C+I+G+X-M എന്നുള്ളതാണ്. സി എന്ന് പറയുന്നത് കൺസംഷൻ എക്സ്പെൻഡിച്ചർ ആണ്, ഉപഭോഗ ചെലവ്. ഒരു വ്യക്തി ഒരു വസ്തു ഉപയോഗിക്കാൻ ആവശ്യമായിട്ടുള്ളൊരു ചെലവ്, ഞാനിപ്പോൾ ഒരു സാധനം വാങ്ങിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ എനിക്കതിനാകുന്ന ചെലവാണ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്, ഉപഭോഗ ചെലവ്. നിക്ഷേപ ചെലവ് അഥവാ ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ, ഒരു സാമ്പത്തിക മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന അതാണ്, ആ ചെലവാണ് നിക്ഷേപ ചെലവ്. ഇനി അടുത്തത് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ആണ്. ഗവൺമെൻറ്റിൻ്റെ, സർക്കാരിൻ്റെ ചെലവ്. സർക്കാരിന് ഏതെങ്കിലും ഒരു പദ്ധതി നടപ്പാക്കുമ്പോൾ കുറച്ച് ചിലവ് വരത്തില്ലേ? അതൊക്കെയാണ് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ വരുന്നത്. മറ്റൊന്ന് നെറ്റ് എക്സ്പോർട്ട് എന്ന് പറയുന്ന X-M എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ കയറ്റുമതിയും ഇറക്കുമതിയുടെയും വ്യത്യാസമാണ് ഈ പറയുന്ന X-M എന്ന് പറയുന്നത്. അപ്പം ചെലവ് രീതി വഴി C+I+G+ എന്താണ് നെറ്റ് എക്സ്പോർട്ട് X-M എന്ന് പറയുന്നതാണ് ചെലവ് രീതി വഴിയുള്ള ദേശീയ വരുമാനം കണക്കാക്കുന്ന ഫോർമുല എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ ചെലവ് രീതിയിലൂടെ കണക്കാക്കുന്നത് മൊത്ത ദേശീയ ചെലവാണ്. മുമ്പേ നമ്മൾ പറഞ്ഞ മൊത്ത ദേശീയ വരുമാനമാണെങ്കിൽ ഇവിടെ നമ്മൾ കണക്കാക്കുന്നത് മൊത്ത ദേശീയ ചെലവാണ്. ഈ 3 രീതിയിൽ നമ്മൾ ദേശീയ വരുമാനം കാൽക്കുലേറ്റ് ചെയ്താലും വാല്യൂസ് ഒക്കെ ഏകദേശം ഒരേപോലെ തന്നെ കിട്ടണം. ഓക്കെ, അപ്പം ഈ 3 രീതിയിലാണ് രാജ്യത്ത് പ്രധാനമായും എന്ത് ചെയ്യുന്നത്? നമ്മുടെ ദേശീയ വരുമാനം കണക്കാക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. അടുത്ത ടോപ്പിക്ക് മൊത്ത ആഭ്യന്തര ഉൽപ്പാദനം. നിങ്ങൾ പരീക്ഷയ്ക്കൊക്കെ കൂടുതൽ കേൾക്കുന്ന അല്ലെങ്കിൽ കൂടുതൽ ചോദിച്ച് കണ്ടിട്ടുള്ളൊരിതാണ് അല്ലേ, മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം എന്നുള്ളത്. ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? മൊത്തം എന്ന് പറഞ്ഞാൽ ഗ്രോസ്, ഡൊമസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതിനകത്തു നിന്നാണ് നമ്മൾ പറയുന്നത് ഒരു സാമ്പത്തിക വർഷം രാജ്യത്തിൻ്റെ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ ഉൽപ്പാദിക്കപ്പെടുന്ന അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണമൂല്യമാണ് മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം എന്ന് പറയുന്നത്. ഒരു സാമ്പത്തിക വർഷം ഒരു രാജ്യത്തിൻ്റെ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ ഉൽപ്പാദിപ്പിക്കുന്ന മൊത്തം സാധനങ്ങളുടെയും അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണമൂല്യത്തെ നമ്മൾ എന്തെന്ന് പറയുന്നു? മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം എന്ന് പറയുന്നു. അപ്പോൾ പ്രധാനപ്പെട്ട വാക്കാണ് ആഭ്യന്തര അതിർത്തി.
അവിടെ അന്തിമ സാധനങ്ങൾ നമ്മൾ എപ്പോഴും ഫൈനൽ ഗുഡ്സ് മാത്രമേ എടുക്കത്തുള്ളൂ. അപ്പോൾ അതാണ് ഏതെന്ന് പറയുന്നത്, മൊത്തം ആഭ്യന്തര ഉൽപ്പന്നം എന്ന് പറയുന്നത്. അതിൻ്റെ മാർക്കറ്റ് പ്രൈസിൽ അത് കണ്ടുപിടിക്കുന്ന GDP കണ്ടുപിടിക്കുന്ന ഫോർമുല C+I+G+X-M. നമ്മളിപ്പോൾ പറഞ്ഞ അതേ രീതി വെച്ചിട്ടാണ്. ഉപഭോഗ ചെലവാണ് C, I നിക്ഷേപ ചെലവ്, ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ G, X-M അറ്റ കയറ്റുമതി, അതായത് നെക്സ്റ്റ് എക്സ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പം GDP അറ്റ് മാർക്കറ്റ് പ്രൈസ് നിങ്ങൾ ഫോർമുല പഠിച്ചു വെച്ചിരിക്കുക. GDP അറ്റ് മാർക്കറ്റ് പ്രൈസ് എത്രയാണ്? C+I+G+X-M ആണ്. അങ്ങനെയാണെങ്കിൽ ഫാക്ടർ കോസ്റ്റിലുള്ള GDP നമ്മൾ അറിഞ്ഞിരിക്കണം. നിങ്ങൾ മാർക്കറ്റ് പ്രൈസും അറിയണം, ഫാക്ടർ കോസ്റ്റും അറിയണം. ഫാക്ടർ കോസ്റ്റ് എന്താണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞതാണല്ലേ. മാർക്കറ്റിലേക്ക് ഒരു പൈസ എത്തുന്ന സമയത്ത് എന്താണ്, ഫാക്ടർ കോസ്റ്റിൻ്റെ കൂടെ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് കൂടി ആഡ് ചെയ്യണമെന്ന് പറഞ്ഞു. ഇവിടെ നമുക്ക് കാണേണ്ടത് ഫാക്ടർ കോസ്റ്റിലുള്ള GDP ആണ്. അങ്ങനെയാണെങ്കിൽ GDP മാർക്കറ്റ് പ്രൈസിലുള്ള GDPയിൽ നിന്ന് അറ്റ പരോക്ഷ നികുതി നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് കുറയ്ക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ലഭിക്കും? നമ്മുടെ ഫാക്ടർ കോസ്റ്റിലുള്ള GDP ലഭിക്കും. അപ്പം GDP അറ്റ് ഫാക്ടർ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? GDP അറ്റ് മാർക്കറ്റ് പ്രൈസ് മൈനസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സസ് ആണ്. നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സസ് അഥവാ അറ്റ പരോക്ഷ നികുതി എന്ന് പറയുന്നത്, പരോക്ഷ നികുതിയിൽ നിന്ന് എന്ത് കുറയ്ക്കണം? സബ്സിഡി കുറയ്ക്കണം. നമ്മൾ ഈ ക്ലാസ്സിൻ്റെ തുടക്കത്തിൽ പഠിച്ച കാര്യമാണ്. ക്ലിയർ ആണല്ലോ. അപ്പം മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം GDP അറ്റ് മാർക്കറ്റ് പ്രൈസ് നമ്മൾ കണ്ടു കഴിഞ്ഞു, ഫാക്ടർ കോസ്റ്റും പഠിച്ചു. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് എന്താണ്? ഇപ്പം നമ്മൾ നോക്കിയത് മൊത്ത ആഭ്യന്തര ഉൽപ്പന്നമാണെങ്കിൽ ഇനി നമ്മൾ മൊത്ത ദേശീയ ഉൽപ്പന്നം എന്താണ്, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്താണ് എന്നുള്ളതാണ്. ദേശീയം അല്ലേ? അപ്പോൾ ഇവിടെ ദേശീയം എന്ന് പറയുന്ന വാക്ക് വരുന്നു. ദേശീയം എന്നുള്ള വാക്ക് നമ്മൾ കുറച്ച് മുന്നേ പഠിച്ചു. എന്താണ് ദേശീയം, എന്താണ് ആഭ്യന്തരം എന്ന് പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഒരു സാമ്പത്തിക വർഷം രാജ്യത്തെ നിവാസികൾ സ്വദേശത്തും വിദേശത്തുമായി ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെമൂല്യം. ഓക്കെ ആണല്ലോ. അപ്പം ഒരു രാജ്യത്തെ നിവാസികൾ സ്വദേശത്തും വിദേശത്തും ഉൽപ്പാദിപ്പിക്കുന്ന എന്താണ്, എല്ലാ അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെമൂല്യത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മൊത്ത ദേശീയ ഉൽപ്പന്നം അഥവാ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് GNP എന്ന് പറയുന്നു. അപ്പം GNP എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞതാണ്. നാഷണൽ എന്ന് പറയുമ്പോഴത്തേക്കിനും നാഷണൽ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞതാണ് ഡൊമസ്റ്റിക്കിൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്യണം നമ്മൾ പഠിച്ചു മുമ്പേ. NFIA നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും എന്ന് പഠിച്ചു നമ്മൾ. നാഷണൽ എന്ന് പറയുന്ന നാഷണൽ ഇൻകത്തിലേക്ക് വരും എന്ന് പഠിച്ചു. ഇവിടെ നമ്മൾ മാർക്കറ്റ് പ്രൈസിലുള്ള GNP എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് പ്രൈസിലുള്ള GDP പ്ലസ് എന്താണ്, നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡാണ്. അതുകൂടി നിങ്ങൾ നോക്കുക. ഓക്കെ ആണല്ലോ. അപ്പം മാർക്കറ്റ് പ്രൈസിലുള്ള GNP കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുലയാണ്. നിങ്ങളിപ്പോൾ നമ്മൾ ഈ ഫോർമുലാസ് എല്ലാം പഠിക്കുക. നമ്മൾ ഇതുമായി ബന്ധപ്പെടുന്ന ചോദ്യങ്ങൾ ചെയ്യും കേട്ടോ. അടുത്തത് GNP അറ്റ് ഫാക്ടർ കോസ്റ്റ്. മാർക്കറ്റ് പ്രൈസിലുള്ളത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഫാക്ടർ കോസ്റ്റിലും പഠിച്ചു കഴിയണം. വിപണിയിൽ എത്തുന്ന വില മാത്രമല്ല, ഘടക ഉൽപ്പാദനത്തിന് ചെലവും വരുമാനവും ഒക്കെ എങ്ങനെയാണെന്നും പഠിക്കണം. എന്താണ് GNP അറ്റ് ഫാക്ടർ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ? GNP അറ്റ് മാർക്കറ്റ് പ്രൈസ് മൈനസ് നെറ്റ് പ്രോഡക്റ്റ് ടാക്സസ് മൈനസ് നെറ്റ് പ്രൊഡക്ഷൻ ടാക്സസ് എന്നുള്ളതാണ് എന്ത്, ഫാക്ടർ കോസ്റ്റുള്ള GNPയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഒരു വർഷം ഒരു രാജ്യത്തെ ഉൽപ്പാദക ഘടകങ്ങൾക്ക് ലഭിക്കുന്ന ഉൽപ്പന്നത്തിൻ്റെ മൂല്യം. നമുക്ക് മാർക്കറ്റ് പ്രൈസിലുള്ള GDP അത് നമുക്ക് മനസ്സിലായി. നെറ്റ് പ്രോഡക്റ്റ് ടാക്സ് ഉണ്ട്, നെറ്റ് പ്രൊഡക്ഷൻ ടാക്സ് ഉണ്ട്. അതായത് ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് ഉണ്ടെങ്കിൽ ആ പ്രൊഡക്ഷൻ, ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് ഉണ്ടെങ്കിൽ ആ പ്രൊഡക്ഷൻ യൂണിറ്റിനൊരു മൊത്തത്തിലുള്ളൊരു പ്രൊഡക്ഷനൊരു ടാക്സ് ഉണ്ടാവും. അതാണ് ഈ പറയുന്ന നെറ്റ് പ്രൊഡക്ഷൻ ടാക്സ് എന്ന് പറയുന്നത്. പിന്നെ അവിടെ ഉൽപ്പാദിപ്പിച്ച ഒരു പ്രൊഡക്റ്റ് പുറത്തേക്ക് വരുമ്പോൾ ഓരോ പ്രോഡക്റ്റിനും ഓരോ ടാക്സുകൾ ഉണ്ടാവും. അതിൻ്റെ നെറ്റ് ടാക്സ് വരുന്നതാണ് നെറ്റ് പ്രോഡക്റ്റ് ടാക്സസ് എന്ന് പറയുന്നത്. അപ്പോൾ മുമ്പേ നമ്മളന്ന് കണ്ടതുപോലെ തന്നെയാണ് പ്രോഡക്റ്റ് ടാക്സ് മൈനസ് എന്താണ്, സബ്സിഡി വരും. ഇവിടെ പ്രൊഡക്ഷൻ ടാക്സ് മൈനസ് സബ്സിഡി വരും. നിങ്ങളിപ്പോൾ അതൊന്നും അറിയണ്ട. GNP അറ്റ് ഫാക്ടർ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് പ്രൈസിലുള്ള GNPയിൽ നിന്ന് നെറ്റ് പ്രോഡക്റ്റ് ടാക്സും അതുപോലെ തന്നെ എന്തും കുറയ്ക്കുക, നെറ്റ് പ്രൊഡക്ഷൻ ടാക്സും കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉൽപ്പാദക ഘടകങ്ങളിൽ നിന്ന് ലഭിക്കുന്ന GNP ലഭിക്കും. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ അത് കണ്ടു കഴിഞ്ഞു. അതാണ് മൊത്ത ദേശീയ ഉൽപ്പന്നം. ഇവിടെ ഇപ്പം മൊത്ത ആഭ്യന്തര ഉൽപ്പന്നവും കണ്ടു കഴിഞ്ഞു, മൊത്ത ദേശീയ ഉൽപ്പന്നവും കണ്ടു കഴിഞ്ഞു. ഇനി അടുത്തത് നമ്മൾ നെറ്റ് അറ്റ ആഭ്യന്തര ഉൽപ്പന്നം അഥവാ നെറ്റ് എന്താണ്, നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. എന്താണ് നെറ്റ്? നമുക്കറിയാം ഗ്രോസിൽ നിന്ന് തേയ്മാനം കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അറ്റ അല്ലെങ്കിൽ അറ്റാദായം എന്ന് പറയുന്ന ഒരു കാര്യം കിട്ടും നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന മൊത്തം ആഭ്യന്തര ഉൽപ്പന്നത്തിൽ നിന്ന്
തേയ്മാന ചെലവ് കുറയ്ക്കുമ്പോൾ ലഭിക്കുന്നതാണ് ഏതെന്ന് പറയുന്നത് അറ്റ ആഭ്യന്തര ഉൽപ്പന്നം അഥവാ എന്താണ് നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്ന് പറയുന്ന NDP എന്ന് പറയുന്നത് കിട്ടും. ഓക്കെ, ഈ NDP എന്നതുകൊണ്ട് എന്താണ്, നമുക്ക് ഓരോ രാജ്യത്തും ഒരു GDP ഉണ്ടാവും. ആ GDP നിലനിർത്താൻ രാജ്യം എത്രത്തോളം ചെലവഴിക്കണമെന്ന് കണക്കാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന NDP കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു രാജ്യത്തെ GDP നിലനിർത്താൻ ആവശ്യമായിട്ട് എത്ര ചെലവഴിക്കണം എന്നുള്ളത് കണക്കാണ് നമുക്ക് NDPയിലൂടെ ലഭിക്കുന്നത്. അപ്പോൾ എന്താണ് നെറ്റ് NDP കാണാനുള്ള ഫോർമുല മാർക്കറ്റ് പ്രൈസിൽ വരുമ്പോൾ എന്താണ് GDP അറ്റ് മാർക്കറ്റ് പ്രൈസിൽ നിന്ന് ഡെപ്രിസിയേഷൻ അഥവാ തേയ്മാന ചിലവ് കുറയ്ക്കണം. അപ്പോൾ തേയ്മാന ചിലവ് എന്ത് ചെയ്യുക, ഇവിടെ കുറയ്ക്കണം. തേയ്മാന ചെലവ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ലഭിക്കും, മാർക്കറ്റ് പ്രൈസിലുള്ള NDP ലഭിക്കും. അത് നിങ്ങൾ നെറ്റ് കാണാൻ എന്ത് ചെയ്യണം, ഗ്രോസിൽ നിന്ന് തേയ്മാനം കുറയ്ക്കണം എന്ന് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രോബ്ലം ചോദിച്ചാൽ എഴുതാൻ പറ്റും. ക്ലിയർ ആണല്ലോ, അത് മാർക്കറ്റ് പ്രൈസിലുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഫാക്ടർ കോസ്റ്റിൽ ഉൽപ്പാദക ചെലവിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് കിട്ടും, NDP കണ്ടുപിടിക്കുക. ഫാക്ടർ കോസ്റ്റിൽ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ മാർക്കറ്റ് പ്രൈസിൽ നിന്ന് എന്ത് കുറയ്ക്കണം, അപ്പം ഇവിടെ നെറ്റ് പ്രോഡക്റ്റ് ടാക്സ് മൈനസ് നെറ്റ് പ്രൊഡക്ഷൻ ടാക്സ്. അപ്പം NDP അറ്റ് മാർക്കറ്റ് പ്രൈസ് മൈനസ് നെറ്റ് പ്രോഡക്റ്റ് ടാക്സ് മൈനസ് നെറ്റ് പ്രൊഡക്ഷൻ ടാക്സസ്. ക്ലിയർ ആണല്ലോ. അപ്പം മുമ്പേ പറഞ്ഞ തന്നെയാണ് പ്രോഡക്റ്റിൻ്റെ ടാക്സുകൾ പ്രൊഡക്ഷൻ്റെ ടാക്സുകളും അതിനകത്ത് വരുന്നുണ്ട്. നിങ്ങൾ ജസ്റ്റ് ആ ഫോർമുല പഠിച്ചു വെക്കുക. ഈ പറയുന്ന ഇവിടെ വേതനത്തിൻ്റെയും ലാഭത്തിൻ്റെയും പാട്ടത്തിൻ്റെയും പലിശ എന്നിങ്ങനെ ഒരു ആഭ്യന്തര സമ്പദ്ഘടനയിൽ പ്രതിഫലമായി വാങ്ങുന്ന ആകെ തുക മുഴുവൻ എവിടെ വരുന്നുണ്ട്, നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റിനകത്തേക്ക് വരുന്നുണ്ട്. അപ്പം ഫാക്ടർ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രത്യേകം ഓർക്കുക, ഉൽപ്പാദക ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ളത്. മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ വിപണിയിൽ എത്തുമ്പോൾ ഉള്ളത്. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് നിങ്ങൾ പഠിക്കുക. ഓക്കെ, മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുമ്പോൾ മാർക്കറ്റ് പ്രൈസിലേക്ക് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, എഫ്സിയുടെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം, നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സുകൾ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മാർക്കറ്റ് പ്രൈസ് കിട്ടും. ഞാൻ ആദ്യം പറഞ്ഞ കുറേ ബേസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഓർത്തിരുന്ന നിങ്ങൾക്ക് പുറകിൽ വരുന്ന ചോദ്യങ്ങൾ കൂടി എന്താണ് കുറച്ചും കൂടി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത് അറ്റ ആഭ്യന്തര ഉൽപ്പന്നം എന്ന് പറയുന്നത്. മറ്റൊന്ന് അറ്റ ദേശീയ ഉൽപ്പന്നം. ദേശീയം എന്ന് പറയുന്ന വാക്ക് വീണ്ടും അവിടെ വരികയാണ്. അപ്പോൾ എന്താണ്, ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരു നിശ്ചിത കാലയളവിൽ എത്രത്തോളം ചെലവഴിക്കാൻ കഴിയും, ഒരു രാജ്യം ഇത്ര കാലയളവിൽ നമുക്ക് എത്ര ചെലവഴിക്കാൻ കഴിയുമെന്ന് കണ്ടുപിടിക്കാൻ കണക്കാക്കുന്ന ഒരു ഇതാണ് ഏതെന്ന് പറയുന്നത് അറ്റ ദേശീയ ഉൽപ്പന്നം അഥവാ നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റിൽ നിന്ന് തേയ്മാന ചെലവ് കുറച്ചാൽ നമുക്ക് അറ്റ ദേശീയ ഉൽപ്പന്നം കിട്ടും. എപ്പോഴത്തിലുള്ളത്, മാർക്കറ്റ് പ്രൈസിലുള്ളത്. അപ്പോൾ NNP അറ്റ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് GNP അറ്റ് മാർക്കറ്റ് പ്രൈസ് മൈനസ് എന്താണ്, തേയ്മാന ചെലവ് അഥവാ ഡിപ്രീസിയേഷൻ ആണ്. അതുപോലെ തന്നെ നമുക്കറിയാം, ഞാൻ ഓൾറെഡി നമ്മൾ കണ്ടു, ഒരു NNP അതായത് നെറ്റ് കണ്ടുപിടിക്കാൻ ഡൊമസ്റ്റിക്കിൻ്റെ കൂടെ എന്തുകൂടി കൂട്ടണം എന്ന് പറഞ്ഞു, നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ് കൂട്ടണം എന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് പ്രൈസിലുള്ള NNP കണക്കാക്കാൻ NDP മാർക്കറ്റ് പ്രൈസിലുള്ള NDPയോടുകൂടി നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ് കൂടി ആഡ് ചെയ്യുക. ഈ ഫോമുലാസ് എല്ലാം നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക. PSC എന്തായാലും ഈ പ്രോബ്ലംസ് ഒക്കെ ഈ ഒരു ഇക്വേഷൻസ് ഒക്കെ വെച്ചിട്ട് ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ പഠിക്കണം കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് പ്രൈസിലുള്ള NNP കണ്ടു. ഇനി നമുക്ക് ഫാക്ടർ കോസ്റ്റിലുള്ള NNP കാണണം. ഈ ഫാക്ടർ കോസ്റ്റിലുള്ള NNP എന്ന് പറയുന്നത് ഈക്വലൻ ടു നമ്മുടെ എന്താണ്, ദേശീയ വരുമാനമാണ്. ദേശീയ വരുമാനവുമായിട്ട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഇക്വലൻ്റ് ആയിട്ടുള്ളൊരു വാല്യൂ ആണ് എന്താണ്, നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് അറ്റ് ഫാക്ടർ കോസ്റ്റ്. ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് PSC ചോദിച്ചിട്ടുള്ള കാര്യമാണ്. അതും ചോദിച്ചിട്ടുണ്ട്, ഇതിൻ്റെ ഫോമുലയും ചോദിച്ചിട്ടുണ്ട്. എന്താണ്, വിച്ച് ഈസ് ഈക്വലൻ ടു എന്താണ്, നാഷണൽ ഇൻകം ആണ്. നാഷണൽ ഇൻകം ദാറ്റ് ഈസ് NNP അറ്റ് മാർക്കറ്റ് പ്രൈസ് മൈനസ് ഇൻഡയറക്റ്റ് ടാക്സ് മൈനസ് സബ്സിഡീസ് എന്നാണ്. NNP മൈനസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സസ് അറ്റ പരോക്ഷ നികുതി. മാർക്കറ്റ് പ്രൈസിലുള്ള NNPയിൽ നിന്ന് അറ്റ പരോക്ഷ നികുതി കുറച്ചാൽ നമുക്ക് കിട്ടുന്നതാണ് NNP അറ്റ് ഫാക്ടർ കോസ്റ്റ് വിച്ച് ഈസ് ഇക്വലൻ ടു എന്താണ്, നാഷണൽ ഇൻകം ആണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾ നോക്കുക, 2-3 തവണ എന്തോ PSC ചോദിച്ചിട്ടുണ്ട് ഇതേ സാധനം തന്നെ. അപ്പം NNP അറ്റ് ഫാക്ടർ കോസ്റ്റ് ഈസ് ഇക്വലൻ ടു എന്താണ്, നാഷണൽ ഇൻകം വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്, NNP അറ്റ് മാർക്കറ്റ് പ്രൈസ് മൈനസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സസ് അറ്റ് പരോക്ഷ നികുതി. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇതാണ് നെറ്റ് നാഷണൽ പ്രോഡക്റ്റുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങൾ. ഇതിൽ
ഇത് നേരത്തെ PSC ചോദിച്ചിട്ടുള്ളൊരു പോയിൻ്റാണ്. നിങ്ങൾ ആ ഒരു പോയിന്റ് നോക്കുക, അത് വെച്ചിട്ട് പ്രോബ്ലംസും വരും. ഓക്കെ, ഇനി അടുത്ത നമുക്ക് നോക്കാം മൊത്ത വർദ്ധിത മൂല്യം അഥവാ എന്താണ് മൊത്ത സംയോജിത മൂല്യം GVA. ഇത് നിങ്ങളുടെ 9ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൽ തന്നെ കൊടുത്തിട്ടുള്ളതാണ്. എന്താണ് മൊത്ത വർദ്ധിത മൂല്യം അഥവാ മൊത്ത സംയോജിത മൂല്യം GVA എന്ന് പറയുന്ന വാല്യൂ. GVA എന്ന വാല്യൂ ആണ്. ഇതൊരു സമ്പദ് വ്യവസ്ഥയിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ മൂല്യമാണ്. ഒരു സമ്പദ് വ്യവസ്ഥയിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ മൂല്യമാണ് GVA, ഗ്രോസ് വാല്യൂ ആഡഡ് എന്ന് പറയുന്നത്. ഇത് ദേശീയ കണക്കിൽ മൊത്ത ഉൽപ്പന്നത്തിൻ്റെ മൂല്യത്തിൽ നിന്നും ഇടനില ഉപഭോഗ മൂല്യം എന്ത് ചെയ്യുക, കുറയ്ക്കുക. അപ്പം ഇത് GVA കാണാനുള്ള ഫോർമുല നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. ഗ്രോസ് പ്രോഡക്റ്റ് വാല്യൂ, അതായത് മൊത്ത ഉൽപ്പന്ന മൂല്യത്തിൽ നിന്ന് ഇടനില ഉപഭോഗ മൂല്യം, ഉപയോഗമല്ല ഉപഭോഗ മൂല്യം കുറയ്ക്കുമ്പോൾ എനിക്ക് എന്ത് കിട്ടുന്നു, അതാണ് GVA എന്ന് പറയുന്നത്. ഒരു സാധനമോ അല്ലെങ്കിൽ സേവനമോ ഉൽപ്പാദിപ്പിക്കാൻ എന്താണ് അസംസ്കൃത വസ്തു ഉണ്ടല്ലോ, ആ അസംസ്കൃത വസ്തുവിൻ്റെ ഉപഭോഗത്തെയാണ് നമ്മൾ ഇൻ്റർമീഡിയറ്റ് കൺസപ്ഷൻ എന്ന് പറയുന്നത്. ദറ്റ് ഈസ് എന്താണ് ഗ്രോസ് പ്രോഡക്റ്റ് വാല്യൂ മൈനസ് വാല്യൂ ഓഫ് ഇൻ്റർമീഡിയറ്റ് കൺസപ്ഷൻ എന്ന് പറയുന്നതാണ് ഏത് GVA അഥവാ മൊത്ത വർദ്ധിത മൂല്യം എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ നോക്കി വെച്ചിരിക്കുക, കാരണം നമ്മുടെ 9ാം ക്ലാസ്സിൻ്റെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 9ലും 12ലുമാണ് മെയിനായിട്ട് നിങ്ങൾക്ക് ദേശീയ വരുമാനവുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങളും പ്രോബ്ലംസും ഒക്കെ വരുന്നത്. അപ്പോൾ ഈ 2 ക്ലാസ്സുകളിൽ വരുന്ന ടെക്സ്റ്റുകൾ നിങ്ങൾ എന്തായാലും വായിക്കണം. ഇപ്പോൾ തന്നെ ഈ ഒരു ക്ലാസ് നമ്മൾ ഏകദേശം എല്ലാ പോയിൻറ്സും ഒരുവിധമുള്ള 9ാം ക്ലാസ്സിലെയും +2ലെയും മെയിനായിട്ടുള്ള പോയിൻറ്റ്സ് കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് പ്രതിശീർഷ വരുമാനം, പെർ ക്യാപിറ്റ ഇൻകം അല്ലെങ്കിൽ PCI എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. എന്താണ് PCI അഥവാ പ്രതിശീർഷ വരുമാനം എന്ന് പറയുമ്പോൾ ഒരു സമ്പദ് വ്യവസ്ഥയുടെ സാമ്പത്തിക സ്ഥിതി മനസ്സിലാക്കുന്നതിന് ഉപയോഗിക്കുന്ന ഒരു അളവുകോല് മാത്രമാണ് ഏതെന്ന് പറയുന്നത് ഈ പറയുന്ന പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സമ്പദ് വ്യവസ്ഥയുടെ മൊത്തത്തിലുള്ള എന്താണ് സാമ്പത്തിക സ്ഥിതി, ഓരോ വ്യക്തിക്കുമുള്ള സാമ്പത്തിക സ്ഥിതി മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ഒന്നാണ് പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത്. ദേശീയ വരുമാനത്തിൽ നിന്ന് എന്ത് ഹരിക്കണം, ടോട്ടൽ പോപ്പുലേഷൻ, ആകെ ജനസംഖ്യ ഹരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഏതെന്ന് പറയുന്നത് പ്രതിശീർഷ വരുമാനം അഥവാ പെർ ക്യാപിറ്റ ഇൻകം. എന്താണ് ദേശീയ വരുമാനത്തിൽ നിന്ന് ആകെ ജനസംഖ്യ, ടോട്ടൽ പോപ്പുലേഷൻ നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത്, ഹരിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, പെർ ക്യാപിറ്റ ഇൻകം അഥവാ പ്രതിശീർഷ വരുമാനം കിട്ടും. ഇതും നമ്മുടെ സിലബസിൽ തന്നെ അങ്ങനെ ഒരു ടോപ്പിക് തന്നെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ നോക്കി വെച്ചിരിക്കാം. ഇനി അടുത്ത് നമുക്ക് നോക്കേണ്ടത് വ്യക്തിഗത വരുമാനം അല്ലെങ്കിൽ പേഴ്സണൽ ഇൻകം എന്നുള്ളതാണ്. എന്താണ് വ്യക്തിഗത വരുമാനം? ഒരു വർഷം എടുത്തു കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു കുടുംബത്തിന് ലഭിക്കുന്ന ഒരു വർഷത്തെ വരുമാനം എത്രയാണോ അതാണ് എന്തെന്ന് പറയുന്നത് പേഴ്സണൽ ഇൻകം എന്ന് പറയുന്നത്. പേഴ്സണൽ ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഗാർഹിക മേഖലയ്ക്ക് ഒരു വർഷം ലഭിക്കുന്ന ഏതൊക്കെയാണ് എല്ലാ സോഴ്സിൽ നിന്നും, എല്ലാ സ്രോതസ്സുകളിൽ നിന്നും ലഭിക്കുന്ന വരുമാനത്തെയാണ് നമ്മൾ വ്യക്തിഗത വരുമാനം, പേഴ്സണൽ ഇൻകം PI എന്ന് ഡിനോട്ട് ചെയ്യുന്നു. അപ്പോൾ ഇത് കണ്ടുപിടിക്കാനുള്ളൊരു ഫോർമുല ഇംഗ്ലീഷിൽ അത് നാഷണൽ ഇൻകത്തിൽ നിന്ന് അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ് മൈനസ് നെറ്റ് ഇൻഡയറക്റ്റ് പേയ്മെൻറ്റ് മെയ്ഡ് ബൈ ദ ഹൗസ് ഹോൾഡ് മൈനസ് കോർപ്പറേറ്റ് ടാക്സ് പ്ലസ് ട്രാൻസ്ഫർ പേയ്മെൻറ്റ് ടു ദ ഹൗസ് ഹോൾഡ് ഫ്രം ദ ഗവൺമെൻറ്. ഒന്നുമില്ല, നാഷണൽ ഇൻകത്തിൽ നിന്ന് നമ്മൾ കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ കുറച്ചിട്ട് നമുക്ക് കിട്ടാനുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, കൂട്ടുക എന്നുള്ളത് ഓർത്ത് വെച്ചിരുന്നാൽ മതി. പിന്നെ നിങ്ങളുടെ +2 ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള സെയിം ഇക്വേഷനാണ് മലയാളത്തിൽ വരുമ്പോൾ ദേശീയ വരുമാനത്തിൽ നിന്ന് വിതരണം ചെയ്യാത്ത ലാഭം അത് കുറയ്ക്കുക, പിന്നീട് കുടുംബങ്ങളുടെ അറ്റപലിശ കുറയ്ക്കുക, കോർപ്പറേറ്റിൻ്റെ നികുതി കുറയ്ക്കുക. അതിന് എന്ത് കൂട്ടണം, കുടുംബങ്ങൾക്ക് സർക്കാരിൽ നിന്നോ ഉൽപ്പാദക യൂണിറ്റിൽ നിന്നോ ലഭിക്കുന്ന ട്രാൻസ്ഫർ പേയ്മെൻറ്റ്, നമുക്ക് ലഭിക്കുന്ന പേയ്മെൻറ്റ് കൂട്ടുക, നമ്മൾ അങ്ങോട്ട് കൊടുക്കാനുള്ളതൊക്കെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, വ്യക്തിഗത വരുമാനം എത്രയാണെന്ന് കിട്ടും. അതായത് ഒരു വർഷം ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ ഒരു കുടുംബത്തിനോ ലഭിക്കുന്ന എല്ലാ സോഴ്സിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം എത്രയാണെന്ന് കണക്കാക്കാനാണ് പേഴ്സണൽ ഇൻകം, വ്യക്തിഗത വരുമാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. അതാണ് വ്യക്തിഗത വരുമാനം. ഇനിയാണ് വ്യക്തിഗത വിനിയോഗ വരുമാനം അഥവാ പേഴ്സണൽ ഡിസ്പോസബിൾ ഇൻകം. അപ്പോൾ എന്താണ് പേഴ്സണൽ ഡിസ്പോസബിൾ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ചിലവാക്കാൻ ഒരാൾക്ക് എത്ര തുകയുണ്ടാവുമോ ആ വരുമാനം എത്രയാണോ അത് മാത്രം, ഒരാൾക്ക് ചിലവാക്കാൻ കഴിയുന്ന ഇൻകം എത്രയാണോ അതിനെയാണ് നമ്മൾ വ്യക്തിഗത വിനിയോഗ വരുമാനം, വിനിയോഗിക്കാൻ കഴിയാവുന്ന വരുമാനം. അപ്പം എന്താണ്, കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം മൊത്ത വരുമാനത്തിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ ആ ഒരു ഭാഗം ചിലവാക്കാൻ കഴിയുന്ന ആ ഒരു ഭാഗമാണ് ഇതെന്ന് പറയുന്നത്
ആ പറയുന്ന വ്യക്തിഗത ഡിസ്പോസിബിൾ വരുമാനം അല്ലെങ്കിൽ പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം എന്ന് പറയും. അപ്പോൾ ഈ പറയുന്ന ചിലവാക്കാൻ കഴിയുന്ന വരുമാനത്തിൻ്റെ കുറച്ച് ഭാഗം എന്ത് ചെയ്യാൻ കഴിയുന്നവർക്ക് സമ്പാദ്യമായിട്ടും മാറ്റാൻ പറ്റും. ഇത് ഭാവിയിലേക്ക് സമ്പാദ്യമായിട്ടൊക്കെ മാറ്റിവെക്കാൻ കഴിയുന്ന ഒരു വരുമാനം കൂടിയാണ്. അപ്പോൾ അത് കാണാനുള്ള ഫോർമുല എന്ന് പറയുന്നത് വ്യക്തിഗത വരുമാനത്തിൽ നിന്ന് വ്യക്തിഗത നികുതികൾ മൈനസ് നികുതി ഇതര അടവുകൾ മൈനസ് ചെയ്യുക. അപ്പോൾ എന്താണ്? പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം ഈസ് ഈക്വൽ ടു പേഴ്സണൽ ഇൻകത്തിൽ നിന്ന് പേഴ്സണൽ ടാക്സ് കുറയ്ക്കുക, നോൺ ടാക്സ് പേയ്മെൻറ്റ്സ് കുറയ്ക്കുക. ഈ ഒരു ഫോർമുല നിങ്ങളുടെ ടെക്സ്റ്റ് കൊടുത്തിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ, PSC വേണമെങ്കിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ഇക്വേഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഏതാണ് കറക്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയണമല്ലോ. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് വ്യക്തിഗത വരുമാനവും വ്യക്തിഗത വിനിയോഗ വരുമാനം, ഒരാൾക്ക് ചിലവാക്കാൻ കഴിയുന്ന വരുമാനം. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി അടുത്തത് GDP ഡിഫ്ലേറ്റർ ആണ്. GDP ഡിഫ്ലേറ്റർ എന്ന് വെച്ചാൽ എന്താണ്? GDP ഡിഫ്ലേറ്റർ എന്ന് പറഞ്ഞാൽ ഒരു റേഷ്യോ ആണ്. അതായത് പണാത്മക GDPയും യഥാർത്ഥ GDPയും തമ്മിലുള്ളൊരു അനുപാതമാണ്. നോമിനൽ GDP മൈനസ് ഡിവൈഡഡ് ബൈ റിയൽ GDP അനുപാതമാണ്. അപ്പം നോമിനൽ GDPയുടെയും റിയൽ GDPയുടെയും എന്താണ്? അനുപാതമാണ് നമ്മുടെ GDP ഡിഫ്ലേറ്റർ എന്ന് പറയുന്നത്. എന്താണ് യഥാർത്ഥ GDP അഥവാ റിയൽ GDP? എന്താണ് നോമിനൽ GDP അഥവാ പണാത്മക GDP എന്ന് ചോദിച്ചാൽ ഒരു 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 നിശ്ചിത കാലയളവിലാണല്ലോ നമ്മൾ GDP ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതൊരു കോൺസ്റ്റൻറ്റ് പ്രൈസ്, സ്ഥിര വിലയിലുള്ള GDP ആണ് കണക്കാക്കുന്നതെങ്കിൽ അതാണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ റിയൽ GDP എന്ന് പറയുന്നത്. അല്ല, ഇപ്പം ഒരു GDP ഇപ്പോൾ പ്രസൻറ്റിൽ കറണ്ട് എത്രയാണോ പ്രൈസ്, കറണ്ട് പ്രൈസിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ GDP കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ അതാണ് നോമിനൽ GDP. ഇവിടെ കോൺസ്റ്റൻറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു ബേസ് ഇയറിലെ GDP വെച്ചിട്ടായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതാണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ റിയൽ GDP എന്ന് പറയുന്നത്. മറ്റൊന്ന് നോമിനൽ GDP ആണ്. ഇത് തമ്മിലുള്ള റേഷ്യോ. അപ്പം ഈ പറയുന്നത് നോമിനൽ GDP എന്ന് പറയുന്നത് ക്യാപിറ്റൽ GDP ആയിട്ടും റിയൽ എന്നുള്ളത് സ്മോൾ GDP ആയിട്ടും വെച്ച് കഴിഞ്ഞാൽ ഇത് തമ്മിലുള്ള റേഷ്യോ ആണ് ഏതെന്ന് പറയുന്നത്? GDP ഡിഫ്ലേറ്റർ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ പണാത്മക GDPയും അതുപോലെ തന്നെ എന്താണ് യഥാർത്ഥ GDPയും തമ്മിലുള്ള അനുപാതത്തെയാണ് ഏതെന്ന് പറയുന്നത്? GDP ഡിഫ്ലേറ്റർ എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ 9ാം ക്ലാസ്സിലെയും അതുപോലെ തന്നെ 12ാം ക്ലാസ്സിലെയും SCERT NCERT ടെക്സ്റ്റ് നമ്മൾ പഠിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്സുകൾ. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞു വെച്ചാൽ മാത്രമേ നമുക്ക് വരുന്ന പ്രോബ്ലംസും അതുപോലെ തന്നെ ഫോർമുലാസും ഒക്കെ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ള എന്തെങ്കിലും കൺഫ്യൂസിങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് തന്നാലും എഴുതാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അതുമായി ബന്ധപ്പെടുന്ന പോയിന്റുകളാണ്. ഇനിയുള്ളത് ഇതുമായി ബന്ധപ്പെടുന്ന ചോദ്യങ്ങളൊക്കെ PSC ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. ആദ്യം നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ പഠിക്കുക. SCERT NCERT മുഴുവൻ തന്നെ നമ്മൾ ഈ ക്ലാസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനിയുള്ള ക്ലാസ്സിൽ നമുക്ക് ഇതുമായി ബന്ധപ്പെടുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അതുപോലെ തന്നെ പ്രോബ്ലംസ് ഒക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.